നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ടയിടൽ മത്സരം നടത്തി. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയും ചെറുമുക്ക് വിസ്മയ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരം ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് തിങ്ങി നിറഞ്ഞ വെള്ളത്തിൽ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായി 100 കണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നതായി മാറി. മത്സരം നിരവധി കാഴ്ചക്കാരെ കൊണ്ട് ശ്രദ്ധേയമായി മാറുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുപുറങ്ങളിലെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും പ്രായമായവരുടെയും യുവാക്കളുടെയും ഹരമായിരുന്ന ചൂണ്ടയിടൽ കഴിഞ്ഞ 2ാം കോവിഡ് കാലത്ത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയാണ് ചെറുമുക്കിലെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമത്താൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിക്കുന്നത്. അത് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം. പണ്ടുകാലങ്ങളിൽ വയലിൽ വെള്ളം വന്നാൽ കുളിക്കാൻ പോകുന്നതും ചൂണ്ടയിടാൻ പോകുന്നതും വലവീശലും കണ്ണടി ഉപയോഗിച്ച് വല കൊണ്ട് കോരിയും ഗ്രാമങ്ങളിലെ മീൻപിടുത്തവും ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഈ പുതുതലമുറയ്ക്ക് അത്ര ഹരമല്ല. ഇന്ന് കാലത്തിനനുസരിച്ച് കുട്ടികൾ അതിൽ നിന്ന് മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സ്മാർട്ട് ഫോൺ, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ്, റീൽസ്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ട ഇനം. ഒരു ഗ്രാമം മുഴുവൻ പഴയ ചൂണ്ടയിടൽ ഓർമ്മയിലേക്ക് നയിച്ചത് പഴയ ഈ ഗ്രാമീണ ചൂണ്ടയിടലിന്റെ ആവേശം ഒരു പ്രദേശം മുഴുവനും സാക്ഷ്യം വഹിച്ച ദിവസം കൂടിയായി മാറി. ഉച്ചയ്ക്ക് 1 മണിക്ക് രജിസ്ട്രേഷനോട് കൂടി തുടങ്ങിയ മത്സരം വൈകുന്നേരം 6 മണിക്ക് അവസാനിച്ചു. മത്സരാർത്ഥികൾ 1.5 മീറ്റർ അകലം പാലിച്ചു ഒരു സമയം 5 പേർ വീതമായിരുന്നു ചൂണ്ടയിട്ടത്. അതിൽ 1ഉം 2ഉം വിജയിച്ചവരെ മാറ്റി നിർത്തുകയും 3 പേരെ പുറത്താക്കുകയും ചെയ്യും. വീണ്ടും 5 പേരടങ്ങുന്ന ടീം വേറെ മത്സരിക്കും. അങ്ങനെ ഗ്രൂപ്പുകളായി പഴയതുപോലെ മത്സരിപ്പിച്ച് ഫൈനലിൽ മത്സരിക്കുന്നതിന് 3 പേർക്ക് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ചു. ക്വാർട്ടർ, ഫ്രീ ക്വാർട്ടർ, സെമി ഫൈനൽ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനൊപ്പം ട്രോഫിയും സമ്മാന അർഹമായി നൽകിയിട്ടുണ്ടായിരുന്നു. 3ാം സ്ഥാനക്കാർക്ക് ട്രോഫി നൽകി. മഴയിൽ ആവേശം കൊണ്ട് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുമായി 50-ൽ പരം മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത്. TJR, ഫിഷിംഗ് ബോക്സ്, AR നഗർ, VK പാടി, PP സൈദ് 1ാം സ്ഥാനവും 2ഉം 3ഉം സ്ഥാനക്കാർ തിരൂരങ്ങാട് കക്കാട് സോക്കർ കിങ് കരസ്ഥമാക്കുകയും ചെയ്തു. വിജയികൾക്കുള്ള ട്രോഫി തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ KG പ്രാൻസിംഗ് നൽകുകയും ചെയ്തു. പങ്കെടുക്കാൻ വരുന്നത് കാരണം സ്പോർട്ടിൽ ചെറിയ ബന്ധങ്ങളുണ്ട്. ഫുട്ബോൾ കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഷട്ടിൽ കളിക്കാറുണ്ട്, ചെസ്സും കളിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു ചൂണ്ടയിടൽ മത്സരം അതൊരു വളരെ പുതുമയാണ്. മനസ്സിലാക്കാനൊരു അവസരം എനിക്ക് തന്നതിന് സുഹൃത്ത് ശ്രീ മുസ്തഫ കേരളം കൂടിയാണ്. തലക്കോസിന്റെ പരിസരത്ത് തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂട്ടായ്മ, ചെറുമുക്ക് നാട്ടുകാർ, പിന്നെ വിസ്മയ ക്ലബ്ബ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.